നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡിറ്റോക്സിഫൈങ് ഡ്രിങ്കിനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡ്രിങ്ക് തന്നെ കേട്ടോ, ആപ്പിൾ സൈഡർ വിനെഗർ. ആപ്പിൾ സൈഡർ വിനെഗർ പക്ഷേ പലരും യൂസ് ചെയ്യുന്നത് ഒരുപാട് ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന രീതി തന്നെ ശരിയല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ആയിട്ട് ക്ലയൻസിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ആപ്പിൾ സൈഡർ വിനെഗർ എന്താണ്? ആപ്പിളിനെ ഫെർമെൻറ്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു വിനെഗർ തന്നെയാണ് ആപ്പിൾ സൈഡർ വിനെഗർ എന്ന് പറയുന്നത്. അസറ്റിക് ആസിഡ് ആണ് ഇതിൻ്റെ കണ്ടൻറ്റ്. ഇതിൽ ആസിഡ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ് വെയിറ്റ് റിഡക്ഷന്. അങ്ങനെയാണ് കൂടുതലും പേരും ഇത് യൂസ് ചെയ്ത് വരുന്നത്. വെയിറ്റ് റിഡക്ഷന് മാത്രമല്ല കേട്ടോ, ഇത് ലിവറിൻ്റെ ഫംഗ്ഷനും കിഡ്നിയുടെ ഫംഗ്ഷനും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ആപ്പിൾ സൈഡർ വിനെഗറിന്. ലിവറിൻ്റെ ഹെൽത്തിന് നല്ലതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫാറ്റി ലിവർ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ലിവറുമായി ബന്ധപ്പെട്ട എന്ത് അസുഖമുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ലിവറിലെ മാലിന്യങ്ങളെ പുറന്തള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡിറ്റോക്സിഫിക്കേഷന് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ലിവറിനെ എങ്ങനെയാണ് ഇത് ഡിറ്റോക്സിഫിക്കേഷന് സഹായിക്കുന്നത്? ഒരു സൈറ്റോക്രോം P450 എന്ന് പറയുന്ന ഒരു ഡിറ്റോക്സിഫൈങ് എൻസൈം ഉണ്ട്. ഈ എൻസൈമിനെ എൻഹാൻസ് ചെയ്യുന്നത് വഴിയിട്ട് ആപ്പിൾ സൈഡർ വിനെഗർ ഡിറ്റോക്സിഫിക്കേഷന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇൻഡയറക്റ്റ് വേയിലാട്ടോ. ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും നമ്മുടെ ഫാറ്റ് ലോസ് ഒക്കെ സംഭവിച്ച് പെട്ടെന്ന് വെയിറ്റ് കുറയുക അങ്ങനെ ഒരു രീതിയൊന്നുമല്ല. ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് ഫുഡ് ഇൻടേക്കിനെ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഫുള്ളായ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഷുഗർ ക്രാവിങ്സിനെ കുറയ്ക്കുന്നുണ്ട്. ഒരുപാട് ഷുഗർ കഴിക്കുന്നവരാണെങ്കിൽ ആപ്പിൾ സൈഡർ വിനെഗർ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗറിൻ്റെ ആ ക്രാവിങ്സിനെ കുറയ്ക്കും. അതുപോലെ തന്നെ ബോഡിയിലെ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ ഇത് ത്വരിതപ്പെടുത്തുന്നുണ്ട്. അതുവഴിയിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റോക്സിഫിക്കേഷൻ തന്നെയാണ്, മാലിന്യങ്ങളെ പുറന്തള്ളുക. ഒരുപാട് പ്രയോജനങ്ങളുണ്ടല്ലോ അല്ലേ ആപ്പിൾ സൈഡർ വിനെഗറിന്. ഇനി വെയിറ്റ് റിഡക്ഷന് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ് റിഡക്ഷന് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ബിഫോർ ഫുഡ്, ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുമ്പ്, ഇപ്പോൾ ലഞ്ചിന് അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂർ മുമ്പോ ഒക്കെ യൂസ് ചെയ്യാം. വെറും വയറ്റിൽ ഒരിക്കലും ആപ്പിൾ സൈഡർ വിനെഗർ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അത്ര നല്ലതല്ല. അസിഡിറ്റി, ബ്ലോട്ടിങ്, അതുപോലെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ നിങ്ങൾ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ചായ കുടിക്കുകയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, അതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഒരു ടേബിൾ സ്പൂണ് ½ കപ്പ് വെള്ളത്തിൽ വേണം ഉപയോഗിക്കാനായിട്ട്. ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഒരുപാട് ക്വാണ്ടിറ്റി ഇതാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടീസ്പൂണിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ടീസ്പൂണിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ആക്കാം. അത്രയും ഉപയോഗിച്ചാൽ മതിയാവും. അതിൽ കൂടുതലൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂർ മുമ്പും അതുപോലെ ലഞ്ചിന് അരമണിക്കൂർ മുമ്പും അങ്ങനെ എല്ലാ സമയത്തും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ്, അല്ലെങ്കിൽ ലഞ്ചിന് മുമ്പ്, അല്ലെങ്കിൽ ഡിന്നറിന് മുമ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചിലർക്ക് ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് വെയിറ്റ് കൂടും. അങ്ങനെയുള്ളവർ ആപ്പിൾ സൈഡർ വിനെഗർ യൂസ് ചെയ്യാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ലാക്ടേഷൻ പീരീഡിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ ഇതൊരിക്കലും യൂസ് ചെയ്യരുത്. ആപ്പിൾ സൈഡർ വിനെഗർ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലുകളിൽ ഇറോഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് വായിലോട്ട് കൊള്ളിക്കാൻ പാടില്ല. ഒരു സ്ട്രോ ഉപയോഗിച്ച് പതിയെ സിപ്പ് ചെയ്തിട്ട് വേണം കുടിക്കാനായിട്ട്. അതായത് പല്ലിൽ ഇത് മുട്ടാത്ത രീതിയിൽ കുടിക്കേണ്ടതാണ് കേട്ടോ. ആപ്പിൾ സൈഡർ വിനെഗർ കുടിക്കുന്ന വഴിയിട്ട് ചിലർക്ക് പൊട്ടാസ്യം കണ്ടൻറ്റ് കുറയും. അപ്പോൾ ഓൾറെഡി പൊട്ടാസ്യം കുറവുള്ളവരാണെങ്കിൽ അത് അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആപ്പിൾ സൈഡർ വിനെഗർ വളരെയധികം മിറാക്കിൾ ഡ്രിങ്കൊന്നുമല്ല. കാരണം പലർക്കും ഇത് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അസിഡിറ്റി, ബ്ലോട്ടിങ്, അതുപോലെ വയറുവേദന, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഒരു ടീസ്പൂണ് ആപ്പിൾ സൈഡർ വിനെഗർ ഒരു ½ കപ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ആദ്യമേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ടീസ്പൂണിലായിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുക. പിന്നീട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരിക്കലും നിൽക്കരുത്. കാരണം ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് പെട്ടെന്ന് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന ബോഡി ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ വീണ്ടും വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുക. അല്ലാത്ത നോർമലായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരു ദിവസം യൂസ് ചെയ്യാവുന്നതാണ്. അതിന് പ്രോബ്ലം ഇല്ല.
ആപ്പിൾ സൈഡർ വിനെഗർ മാത്രം കുടിച്ചിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ വർക്കൗട്ട് വേണം, പ്രോപ്പർ ഡയറ്റ് വേണം. എങ്കിൽ വളരെ ഫാസ്റ്റായിട്ട്, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വെയിറ്റ് കുറയുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഷുഗറിൻ്റെ ക്രാവിങ്സ് കുറയും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശക്കുന്ന ഒരു പ്രവണത ഉണ്ടാവില്ല. അതൊക്കെ ഇതിൻ്റെ ഒരു എഫക്റ്റാണ്. അപ്പം അത് നല്ലതാണല്ലോ. വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർ മിക്കവർക്കും ഉള്ള ഒരു പ്രോബ്ലം ഈ ഷുഗറിനോടുള്ള അമിതമായ ക്രാവിങ്സ്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിശക്കുക, അതൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലംസ് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.